കരട് തീരദേശ പരിപാലന പ്ലാൻ അംഗീകാരത്തിനായി കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. CRZ 3 നിന്നും CRZ 2 തരം മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിലേക്ക് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തത് 175 നഗരസ്വഭാവമുള്ള ഗ്രാമപഞ്ചായത്തുകളായിരുന്നു. ഈ 175 ഗ്രാമപഞ്ചായത്തുകളിൽ 66 പഞ്ചായത്തുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചു. അപ്പോൾ ബാക്കി 109 പഞ്ചായത്തുകളെ കൂടി CRZ 2 കാറ്റഗറിയിലേക്ക് മാറ്റുന്നതിന് വീണ്ടും കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദുരിതാശ്വാസ നിധിയുടെ നിലയെടുത്താൽ മലപ്പുറം പെരിന്തൽമണ്ണയിലെ 10 വയസ്സുള്ള സിയ സഹ്റ രക്ഷിതാക്കളായ മുഹമ്മദ് നിസാർ, ജസീല എന്നിവർക്കൊപ്പം എത്തി തൻ്റെ സ്വർണ്ണപാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഈ കുട്ടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടിയാണ്. ഇവിടെ RCCയിലാണ് കുട്ടിയുടെ ചികിത്സക്ക് ആവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നത്. കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് മരുന്ന് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. തുടർന്ന് ഇവിടെ ബന്ധപ്പെടുകയും വേഗത്തിൽ തന്നെ മരുന്ന് ആ ഘട്ടത്തിൽ ലഭ്യമാക്കാനും കഴിഞ്ഞു. അത് കുട്ടിയെയും കൊണ്ട് വന്ന രക്ഷിതാക്കൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ദുരന്തബാധിതർക്ക് സഹായവുമായി ധാരാളം കുട്ടികളിപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. പിറന്നാൾ ദിവസം വസ്ത്രം വാങ്ങാൻ, സൈക്കിൾ വാങ്ങാൻ, ചെറിയ ആഭരണങ്ങൾ വാങ്ങാൻ സ്വരൂപിച്ച തുകകൾ, സമ്മാനമായി ലഭിച്ച തുകകൾ, പിന്നെ കുടുക്കയിലെ സമ്പാദ്യം, ഇതെല്ലാം ദുരിതബാധിതർക്കായി അവർ കൈമാറുകയാണ്. അത്തരത്തിലൊന്ന് മലപ്പുറം തിരൂരിലെ വെട്ടം AHM LP സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഭാവന. അവിടുത്തെ വിദ്യാർത്ഥികൾ കാരുണ്യ കുടുക്കയിലൂടെ സമാഹരിച്ച 3,00,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കുട്ടികൾ നല്ല ശീലങ്ങൾ വളർത്തുന്നതോടൊപ്പം അവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വിദ്യാലയത്തിൽ കാരുണ്യ കുടുക്ക എന്ന ആശയം നടപ്പാക്കുന്നത്. കുട്ടികൾക്കും അധ്യാപകർക്കുമായി പ്രത്യേക കാരുണ്യ കുടുക്കുകളുണ്ട്.